ലാഭം മാത്രം ലക്ഷ്യമിട്ട് തേക്കിൻതോട്ടം വ്യാപിപ്പിക്കുന്ന വനം വകുപ്പിന്റെ നടപടിയാണ് വയനാടൻ കാലാവസ്ഥയെ തകിടം മറിച്ചത്. മഴക്കാടുകൾ ഉൾപ്പെടുന്ന സ്വാഭാവിക വനങ്ങൾ അമർച്ച ചെയ്തുകൊണ്ടാണ് സാമൂഹ്യ വനവൽക്കരണ പദ്ധതിയിൽ തേക്കിൻ തൈകൾ വച്ചുപിടിപ്പിക്കുന്നത്. ബ്രിട്ടീഷ് ഭരണകാലത്ത് റെയിൽപാളത്തിൽ സ്ലിപ്പർ സ്ഥാപിക്കാനായിരുന്നു വ്യാപകമായി തേക്ക് വെച്ചുപിടിപ്പിച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ മികച്ച വരുമാനം ലക്ഷ്യമിട്ടുള്ള കച്ചവട കണ്ണുകളാണ് വനം വകുപ്പിനെ ഇതിന് പ്രേരിപ്പിക്കുന്നത്. പാരിസ്ഥിതിക പ്രാധാന്യമുള്ള പ്രദേശമായ വയനാട്ടിൽ 8% മാത്രമാണ് ഇപ്പോൾ സ്വാഭാവിക വനമുള്ളത്. അവശേഷിക്കുന്നതെല്ലാം വച്ചുപിടിപ്പിച്ച കാടുകളാണ്. ബത്തേരി, ചെതലയം, കുറിച്യാട്, തോൽപ്പെട്ടി പ്രദേശങ്ങളിലാണ് ഹെക്ടർ കണക്കിന് സ്വാഭാവിക വനങ്ങൾ തേക്കിൻ കാടുകളായത്. വേനൽക്കാലത്ത് ഇല പൊഴിക്കുന്ന തേക്കിൻ കാടുകളുടെ ഭൂതല ഊഷ്മാവ് വർദ്ധിച്ച തോതിലാണ്. തേക്കിൻ കാടുകളെ വെട്ടിത്തെളിച്ച് സ്വാഭാവിക വനങ്ങൾ വെച്ചുപിടിപ്പിച്ചാലേ വയനാടിന് രക്ഷയുള്ളൂവെന്ന് പരിസ്ഥിതിവാദികൾ ചൂണ്ടിക്കാട്ടുന്നു. ഈ പ്ലാന്റേഷനുകളെ ശരിക്കും കടപൊഴുക്കി കളഞ്ഞാൽ തന്നെ യാതൊരു നഷ്ടം വരില്ല. വയനാടിന് ലാഭമുള്ളൂ. സ്വാഭാവിക വനം തന്നെ വളർന്നോളും. മുഴുവൻ വെട്ടി നശിപ്പിച്ചാൽ യാതൊരു കുഴപ്പമില്ല. അതാണ് ശരിക്കും പറഞ്ഞാൽ ഇവിടെ വേണ്ടത്. ടെക്ടോണ ജനുസിൽപ്പെട്ട തേക്ക് വ്യാപകമായതോടെയാണ് മഴയുടെ അളവ് വയനാട്ടിൽ കുത്തനെ കുറഞ്ഞത്. ശരാശരി 2259 മില്ലിമീറ്റർ മഴ ലഭിച്ചിരുന്ന വനമേഖലകളിൽ ഇപ്പോൾ 1200 മില്ലിമീറ്റർ മഴ മാത്രമാണ് ലഭിക്കുന്നതെന്ന് പഠനങ്ങൾ തെളിയിക്കുന്നു. ശരാശരി 2259 മില്ലിമീറ്റർ മഴ ലഭിച്ചിരുന്ന വനമേഖലകളിൽ ഇപ്പോൾ 1200 മില്ലിമീറ്റർ മഴ മാത്രമാണ് ലഭിക്കുന്നതെന്ന് പഠനങ്ങൾ തെളിയിക്കുന്നു. അന്തരീക്ഷ ഊഷ്മാവ് 3 ഡിഗ്രി വരെ വർദ്ധിപ്പിക്കുന്നതിൽ തേക്കിൻ മരങ്ങൾ വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ്. മണ്ണിന്റെ ഈർപ്പവും ധാതുലവണങ്ങളും വലിച്ചെടുത്താണ് തേക്കിൻ മരങ്ങൾ വളരുന്നതും. അനുദിനം ശോഷിച്ചുകൊണ്ടിരിക്കുന്ന മഴക്കാടുകളുടെ സംരക്ഷണത്തിനു പകരം സോഷ്യൽ ഫോറസ്ട്രി പദ്ധതിയിൽ ഉൾപ്പെടുത്തി തേക്കിൻ തൈകൾ വെച്ചുപിടിപ്പിക്കാനാണ് വനം വകുപ്പ് വ്യാഗ്രത കാട്ടിയത്. ഇതിന്റെ തിക്തഫലമാണ് വയനാട്ടുകാർ അനുഭവിക്കുന്നതും. വയനാട്ടിൽ കാലവർഷം ദുർബലമായിക്കൊണ്ടിരിക്കുന്നതിന്റെ പ്രധാന കാരണം ഇതുതന്നെയാണ്. ക്യാമറാമാൻ മുകേഷിനൊപ്പം എസ് വിനേഷ് കുമാർ, വയനാട്, ഇന്ത്യ വിഷൻ.